Hi guys! നമ്മുടെ ചർമ്മത്തിന്റെ നിറം കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാവുന്ന പാടുകളും ചുളിവെല്ലാം മാറിയിട്ട് ചെറുപ്പമായിരിക്കാൻ കൂടി വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി നാച്ചുറൽ നൈറ്റ് ക്രീമിന്റെ റെമഡിയാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. വളരെ നാച്ചുറൽ ആയിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷഫലങ്ങളോ പാർശ്വഫലങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നമുക്കിത് ബോയ്സിനും ഗേൾസിനൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ആ ഒരു ചില കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കി കണ്ടുവരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഉരുളൻ കിഴങ്ങാണ് കേട്ടോ. നമുക്ക് പൊട്ടോറ്റയാണ് ആദ്യം വേണ്ടത്. അത് നന്നായിട്ട് കഴുകി അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് മതിയാകും. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു മിക്സി ബൗളിനകത്താക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് നമ്മുടെ മുസമ്പിയാണ്. ഇനിയിപ്പോൾ മുസമ്പിക്ക് പകരമായിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ അല്ലി ചേർത്ത് കൊടുക്കാം. പകുതി ഓറഞ്ചിൻ്റെ അല്ലി ചേർത്ത് കൊടുക്കാം. ചെറിയ ഓറഞ്ചൊക്കെ ആണെങ്കിൽ ഒരു ഓറഞ്ച് ഫുള്ളായിട്ട് ചേർത്തോളൂ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മുസമ്പിയാണ് എടുത്തിരിക്കുന്നത്. മുസമ്പി അത് സിട്രസ് ഫ്രൂട്ടാണ് നമുക്ക് വേണ്ടത്. ദയവ് ചെയ്ത് ആരും ഇതിനകത്ത് നാരങ്ങ ഒഴിക്കരുത് കേട്ടോ. ഓറഞ്ച് അല്ലെങ്കിൽ നമുക്കിതുപോലെ മുസമ്പി കേട്ടോ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുസമ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്, അതാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനകത്തുള്ള ആ ഒരു കുരുക്കളൊക്കെ മാറ്റിയിട്ട് നമ്മളത് അങ്ങ് പിഴിഞ്ഞു കൊടുക്കാനുണ്ട്. നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. കൈവച്ച് നന്നായിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എടുത്തോളൂ കേട്ടോ. മുസമ്പിയുടെ നമുക്കത് കിട്ടാൻ പ്രയാസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കൈവച്ച് ഞരടിയിട്ടൊക്കെ ഞാൻ അതിൻ്റെ ആ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് ആണെങ്കിൽ നമുക്ക് അതുപോലെ അങ്ങ് അല്ലി അങ്ങ് ഇട്ട് അതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ സീഡ്സ് ഒക്കെ മാറ്റിയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇതിനകത്ത് ഓയിൽ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഓയിൽ അലർജി ഉണ്ടെങ്കിലും പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുരുക്കൾ മാറ്റിയിട്ട് ചെയ്യുക. ഇനി ചില ആൾക്കാർക്ക് ഓയിൽ ചേർത്താലും പ്രശ്നമല്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവർക്ക് കുരു പെട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുരു അലർജി, അതായത് ഈ ഓയിൽ കണ്ടന്റ് അലർജി ഉള്ളവർ ഈ കുരു മാറ്റിയിട്ട് ചെയ്യുക. അല്ലാത്തവർ നോ പ്രോബ്ലം, കുരുവോടുകൂടി ചേർത്ത് നിങ്ങൾ അരച്ചോളൂ, പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു പൊട്ടാറ്റയും അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ഈ ഒരു മുസമ്പിയുടെ ജ്യൂസും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. ഗ്രേറ്റ് ചെയ്തിട്ട് പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങ് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരാം. ആരും തന്നെ ഇതിനകത്തേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു വെള്ളത്തിന് പകരമാണ് നമ്മൾ ഈ ഒരു സിട്രസ് ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന സമയത്തും ഒരു തുള്ളി വെള്ളം ചേർക്കരുത്. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഫസ്റ്റ് കിട്ടുന്ന ജ്യൂസ് അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അതിനകത്തേക്ക് എക്സ്ട്രാ നമ്മൾ വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കാനോ ഒന്നിനും നിൽക്കരുത്. ഫസ്റ്റ് ജ്യൂസ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ അരച്ചു കൊടുത്തിരിക്കുന്ന കൂട്ട് കംപ്ലീറ്റ് ആയിട്ടും സ്ക്വീസ് ചെയ്തിട്ട് ആ ജ്യൂസ് മാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു തുള്ളി വെള്ളം ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. വീണ്ടും വീണ്ടും പറയണം, ആരും വെള്ളം ചേർക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1-2 മണിക്കൂർ നേരത്തേക്ക്, 1 മണിക്കൂർ മതിയാവും അല്ലെങ്കിൽ 1/2 മണിക്കൂർ മതിയാവും കേട്ടോ. അതങ്ങനെ നമ്മൾ സെറ്റ് ആവാൻ വേണ്ടി വെക്കുകയാണ്. കാരണം നമുക്കിതിനകത്ത് ചേർത്തിട്ടുള്ള ഒരു പൊട്ടാറ്റോയുടെ സ്റ്റാർച്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സ്റ്റാർച്ചിൻ്റെ കൂടുതലേക്ക് നമ്മൾ ഈ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് കൂടി ഒഴിച്ചുകൊണ്ട് ഡബിൾ ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു സ്റ്റാർച്ചിലൂടെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് സെറ്റ് ആവാനായിട്ട് വെക്കാം. 1 മണിക്കൂർ കേട്ടോ. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ മുകളിലും അതുപോലെ തന്നെ സ്റ്റാർച്ച് കംപ്ലീറ്റ് ആയിട്ടും അടിയിലും വന്ന് കിടപ്പുണ്ട്. ഇനി നമുക്കിത് ആ ഒരു ജ്യൂസ്, മേലത്തെ ജ്യൂസ് മാറ്റിയിട്ട് ആ സ്റ്റാർച്ച് മാത്രമായിട്ട് അങ്ങ് എടുക്കാം. പിന്നെ ഈ ഒരു മുകളിലത്തെ ജ്യൂസ് നിങ്ങൾ കളയേണ്ട കാര്യമില്ല. നമ്മളതിനകത്ത് ഓറഞ്ചല്ല നമ്മുടെ മുസമ്പിയുടെ ജ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് നമ്മുടെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യാനായിട്ടൊക്കെ നമുക്കത് ഉപയോഗിക്കാനെടുക്കാം. ജസ്റ്റ് ടോണർ പോലെയൊക്കെ അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്, പുറത്തൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ഉപയോഗിക്കാം. ആരും തന്നെ അത് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കൂട്ടിന് ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഒന്ന് ചൂടാക്കണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിന് മീതെ വെക്കുന്ന ചൂടാക്കുന്ന മെത്തേഡല്ല. നമ്മളിത് വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഈ ഒരു കൂട്ട് ഇറക്കി വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സ് ആകുന്ന സമയത്ത് എനിക്കൊരു ഫോൺ വന്നായതുകൊണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ ഈ കൂട്ടിച്ചിരി അങ്ങ് കട്ടിയായിപ്പോയി. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു കൂട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഒരുപാട് അങ്ങ് ചൂടായി കഴിഞ്ഞ് ഇത് ഈ കാണുന്ന പോലെ കട്ടിയായി പോകും. അപ്പോൾ നമുക്ക് മിക്സ് ആക്കാനായിട്ട് ഇച്ചിരി പ്രയാസമാവും. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ആ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊണ്ടുവരുന്നത്. കാരണം ഇതൊന്ന് ഒരു 4-5 ദിവസമൊക്കെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. പക്ഷെ നമുക്കിതൊരു 4-5 ദിവസത്തേക്കെങ്കിലും ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇറക്കി വെച്ചിട്ട് നമ്മളിത് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചൂടാക്കരുത്. ഈ മെത്തേഡിൽ തന്നെ വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഇച്ചിരി കട്ടിയായി പോയി, നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ കൊണ്ടുവരാനായിട്ട് നോക്കുക. ചെറിയൊരു ചൂട് മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ചൂടൊക്കെ പോയതിന് ശേഷം ഞാനിതിനകത്തേക്ക് നമ്മുടെ ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ
സാഫ്രോൺ ചേർത്തിട്ടുള്ള ആലുവേറ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുകയാണ്. ഇനി ഡ്രൈ സ്കിന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഓയിൽസ് ചേർക്കാം, അതുപോലെ ഗ്ലിസറിൻ ചേർക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഇല്ല അതൊക്കെ പ്രശ്നമുള്ളവർ അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട കേട്ടോ. എൻ്റെ വന്നിട്ടൊരു ചില സമയങ്ങളിൽ ഓയിലി ആയിരിക്കും, ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആയിരിക്കും കേട്ടോ. എനിക്ക് അങ്ങോട്ട് മാറി മറിഞ്ഞൊക്കെ ഇരിക്കും, ചിലപ്പോൾ നോർമലായിരിക്കും. അത് ഓരോ സീസൺ അനുസരിച്ച് എൻ്റെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ഓയിൽ ചേർക്കാറുണ്ട്, ചില സമയങ്ങളിൽ ഞാൻ ഓയിൽ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ബേസ് എന്ന് പറയുന്നത് ഈ ഒരു 3 കാര്യം തന്നെയാണ്, നമ്മുടെ പൊട്ടാറ്റോ ജ്യൂസും ഓറഞ്ചിൻ്റെ ജ്യൂസും നമ്മുടെ ഈ ഒരു ആലുവേറ ജെല്ലും. ഓക്കെ, ഈ ഒരു 3 കാര്യം നമ്മൾ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ബോക്സിനകത്ത് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമ്മൾ ഇത് ഉപയോഗിച്ച് തീർക്കേണ്ടി വരും കേട്ടോ. 4 to 5 days തന്നെ നിൽക്കത്തുള്ളൂ. നമ്മൾ എത്രത്തോളം നല്ല രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിക്ക് നമ്മൾ കൈയൊക്കെ നല്ല വൃത്തിയാക്കി ഇതിനകത്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല ഹൈജീനിക് ആയിട്ട് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കിത് 1 വീക്ക് വരെയൊക്കെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്രീം. ഇനി നമുക്ക് രാത്രി കിടക്കാൻ നേരം 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ മുമ്പായിട്ട് ഇത് ഫേസിൽ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ തേച്ച് പിടിപ്പിക്കുന്നതിന് മുന്നേ നമ്മുടെ ഫേസും കൈയും നന്നായിട്ട് കഴുകിച്ച് വരാം. എന്നതിന് ശേഷം വേണം ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.